അപ്പൊ ഇന്നും ഒരു വർക്ക് ഡേ വ്ളോഗാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നും ഒരുപാട് നേരത്തെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു 2-3 പേരുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ അതേ ക്ലയന്റ് വീട്ടിലോട്ട് എത്തി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലയന്റ് മിന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നെ ഒരുപാട് വർഷം പരിചയമുള്ളതുപോലെയാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായി ഇവരെല്ലാം നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ കേട്ടപ്പോൾ. ഈ ഇടയ്ക്ക് ചെയ്തതിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു മേക്കപ്പ് ചെയ്യാനായിട്ട്. ഞാനും സാന്ദ്രയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ടൈം പോയതുപോലും അറിഞ്ഞില്ല. പിന്നെ മിന്നുവിന് മേക്കപ്പ് ചെയ്തതിനു ശേഷം നേരെ രജനി ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സാന്ദ്ര പിന്നെ എല്ലാവർക്കും ഹെയർ ഒക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ മിന്നുവിന്റെ ലുക്ക്. എനിക്ക് ആ ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷൻ ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രജനി ചേച്ചിക്ക് നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പിന്നെ ഹെയർ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആന്റിക്ക് ഒരു ചെറിയ സിമ്പിൾ മേക്കപ്പും ഹെയർ സ്റ്റൈലും സാരി ഡ്രിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലയന്റ് ഐസിൽ. ഇത് നമ്മുടെ രജനി ചേച്ചിയുടെ സിസ്റ്ററിനിലോ ആണ് കേട്ടോ. പുള്ളിക്കാരി ഫിലിപ്പീൻസിലുള്ളതാണ്. അപ്പോൾ ചേച്ചിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് മതിയായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി സ്കിന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു പുള്ളിക്കാരുടെ ഫൈനൽ ലുക്ക്. പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 3 നേരം നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. ഈ 3 നേരം ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ലുക്ക് ഏതാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കുറച്ച് നേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ കഴിക്കാൻ സമയമില്ലാത്തത് നമുക്ക് പാക്ക് ചെയ്താണ് തന്നത്. അങ്ങനെ ഇന്നത്തെ വർക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും ടാറ്റയൊക്കെ വരട്ടെ. നമ്മൾ വീട്ടിലോട്ട് വന്നു.